തേടുന്നതാരേ ശൂന്യതയിൽ ഈറൻ മിഴികൾ തേടുന്നതാരേ തേടുന്നതാരേ. നമ്മുടെ എല്ലാം ഈറൻ മിഴികൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ് ആ ഗായിക അല്ലേ. മറഞ്ഞു കഴിഞ്ഞു. ജാനകിയമ്മ പാടിവെച്ച ഒരുപാട് പാട്ടുകളിൽ എൻ്റെ ഹൃദയത്തിൽ ആദ്യം സ്ഥാനം പിടിച്ച പാട്ട് ഇതാണ്. ഞാൻ കൊച്ചുനാളിൽ കേട്ട ഒരു പാട്ടായതുകൊണ്ടായിരിക്കാം. പിന്നെ അതങ്ങനെ അങ്ങ് മറന്നുപോയി. പിന്നെ ബാബുക്ക പാടി ഒരു ആൽബം കേട്ട് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഈ പാട്ട് ഞാൻ വളരെ ചെറുതിലേ കേട്ടതാണല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പാട്ട് മുഴുവൻ പാടണം എന്ന് വിചാരിച്ച് ജാനകിയമ്മയുടെ കുറച്ച് പാട്ടുകളൊക്കെ എടുത്തു നോക്കി. പക്ഷേ ഈ പാട്ടാണ് മനസ്സിൽ ആദ്യം വന്നതെങ്കിലും സത്യം പറഞ്ഞാൽ അമ്മ പോയ ദിവസം മുതൽ തന്നെ ഞാൻ സംസാരിച്ചാൽ എൻ്റെ ആകെ നില കൈവിട്ടു പോകും. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഒരൊറ്റ പാട്ടും കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക്. മുഴുവനായിട്ട് അങ്ങോട്ട് എനിക്ക് എന്തോ കേൾക്കാൻ പറ്റുന്നില്ല. അതിനു മുമ്പേ നമ്മൾ മനസ്സങ്ങ് വിങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണ് അമ്മ പാടി വച്ചിരിക്കുന്നത്. അതാണൊരു കുഴപ്പം. നമ്മളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ആ ശബ്ദം, ആ ലയം എല്ലാം കൊണ്ടും ഒരു പാട്ടിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിറച്ചാണ് അമ്മ പാടി നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാട്ട് തിരിച്ചൊന്ന് നേരത്തെ അരുന്ധതി ടീച്ചർ പറഞ്ഞ പോലെ ഒന്ന് പാടാൻ ശ്രമിക്കണമെങ്കിൽ വളരെ പാടുപെടും. ശാസ്ത്രീയ സംഗീതമൊന്നും കാര്യമായിട്ട് അഭ്യസിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മളത് വർഷങ്ങളോളം പഠിച്ചാൽ പോലും ഇതിൻ്റെ ഒരു അംശം പാടാൻ പറ്റില്ല. അമ്മയ്ക്കെല്ലാം നിറച്ച് കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ന രാഗമാണോ മറ്റേ സ്വരമാണോ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോഴത് അങ്ങനെ അങ്ങ് അമ്മയ്ക്ക് പാടാൻ കഴിയും. അത് ദൈവമോ അല്ലെങ്കിൽ ആ ഒരു ശക്തി അനുഗ്രഹിച്ച് നൽകിയ വരദാനമാണ്. 40,000-48,000 പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് വിവിധ ഭാഷകളിൽ. അതിലൊരു 1000 പോയിട്ട് ഒരു 500 എണ്ണം ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതുപോലും നമുക്ക് കേട്ടാൽ അല്ലെങ്കിൽ അതുപോലൊന്ന് കുറച്ച് പാട്ടെങ്കിലും പാടാൻ ശ്രമിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ട് പഠിച്ച് എന്നാലും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് അങ്ങനെ അളന്ന് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഇവിടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരുപാട് സമയമെടുക്കില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ജാനകി അമ്മയെ നേരിട്ട് കണ്ട ഒരു രംഗം മനസ്സിൽ ഓർമ്മ വരുന്നു. അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക എന്നുള്ളതുണ്ട്. 1975 ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 74-75 കാലഘട്ടമാണ്. ആകാശവാണിയിൽ അന്ന് എൻ്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഈ ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാം എന്നൊരു പരിപാടിയുണ്ട്. അത് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പാകെ കൂടി ആകാശവാണി പരിപാടികൾ വർഷത്തിൽ 2-3 പ്രാവശ്യം അവതരിപ്പിക്കും. അത് കാരണം ഇത് നമ്മൾ റേഡിയോയിൽ കൂടെ മാത്രമല്ലേ ആർട്ടിസ്റ്റിനെ കേൾക്കുന്നുള്ളൂ. അപ്പോൾ പ്രശസ്തരായിട്ടുള്ള കുറച്ച് കലാകാരന്മാരെ വേദിയിൽ വെച്ച് അവർ പരിപാടികൾ അവതരിപ്പിക്കുന്നു. അതിൽ ചിലപ്പോൾ ലൈവായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തോ റേഡിയോയിലൂടെ പിന്നീട് കേൾപ്പിക്കുന്നു. ലൈവാണെങ്കിൽ അപ്പോൾ തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളിലൊന്ന് എനിക്ക് തോന്നുന്നു ആകാശവാണിയുടെ സിൽവർ ജൂബിലി സമയമായിരുന്നു. എന്തായാലും എൻ്റെ ഓർമ്മയിൽ ടാഗോർ തിയേറ്ററിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ ആയിരുന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഒക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഓണം സമയമാണ് ഒരു സെപ്റ്റംബർ മാസം. ഞങ്ങളിങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പേരിങ്ങനെ വീട്ടിലകത്തേക്ക് കയറി വരുന്നു. ഞാൻ നോക്കുമ്പോൾ അച്ഛനോടൊപ്പം, പിന്നീടാണ് ഈ പേരൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ, അച്ഛനോടൊപ്പം തിക്കുറിശ്ശി സുകുമാരൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ മകൾ, അതുപോലെ ജാനകി അമ്മ, പിന്നെ വേറെ ഏതോ 2-3 ആൾക്കാർ. ഇവരൊക്കെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ എല്ലാവരും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വന്ന് കൂടുന്നു. അമ്മ വരുന്നു. എല്ലാവരും അകത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. എൻ്റെ അമ്മ നല്ലൊരു സദ്യയൊക്കെ ഒരുക്കിയിരുന്നു. അതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ആദ്യം തൈക്കാട് താമസിച്ചിരുന്ന ഒരു വീട് കുറച്ച് നീളത്തിൽ മുമ്പ് കുറച്ച് സ്ഥലമുണ്ട്.
കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ നീളത്തിലായതുകൊണ്ട് വലിയൊരു ഊഞ്ഞാൽ കെട്ടിയിരുന്നു. അത് വലിയൊരു ഊഞ്ഞാലായിരുന്നു. അതിങ്ങനെ നീളത്തിലാടാൻ പറ്റും. ഇത് കണ്ടപ്പോൾ ജാനകി അമ്മയ്ക്ക് ഊഞ്ഞാലിൽ കയറണം. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാല് തറയിൽ തട്ടുന്നുള്ളതുകൊണ്ട് കുറച്ച് പൊക്കിയാണ് ഇത് കെട്ടിയിരുന്നത്. വീട്ടിൽ പശുവൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ കയറ് വെച്ച് ഗംഭീരനൊരു ഊഞ്ഞാൽ കെട്ടിയിരുന്നു. ഈ മടൽ വെട്ടിയിട്ടാണ് ഇരിപ്പിടം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ അതിൽ കയറണമെങ്കിൽ ആരെങ്കിലും എൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ അടുത്തുള്ളവർ പിടിച്ചിരുത്തിയിട്ടാണ് ആടിക്കുന്നത്. അത് ജാനകിയമ്മ പറഞ്ഞു എനിക്ക് ആടണം. അപ്പോൾ 2 പേര് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ താത്തി കൊടുത്തു. അമ്മ കയറി ഇരുന്നിട്ട് സുഖമായിട്ടങ്ങ് ആടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഭയമുണ്ട്. കാരണം നല്ല ഈ കൊന്നി ആടുക എന്ന് പറയില്ലേ, ഈ കുടം വിട്ടുകൊടുക്കാനൊക്കെ പറയുന്നു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഊഞ്ഞാലാടി ചിരിച്ച് നിൽക്കുന്ന ഒരു ജാനകിയമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അത് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പ്രോഗ്രാമിന് ഞങ്ങളൊക്കെ കാണാൻ ചെന്നു. അപ്പോൾ പലവരും ദാസാറുണ്ട് അന്ന് പാടാൻ. ദാസാർ അന്ന് വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. പാട്ടിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് അകലെയൊക്കെ പാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഡ്യുവറ്റ്. പക്ഷേ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് അത് തിക്കുറിശ്ശി സാറ് വന്നാണ് അത് തിക്കുറിശ്ശി സാറാണ് അവതരിപ്പിച്ചത്. ആ പരിപാടി മുഴുവൻ ഗംഭീരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ കണ്ണിൽ നോക്കി നിന്നാൽ കരളിൻ ദാഹം തീരുമോ എനിക്കറിയില്ല, ജാനകിക്ക് അറിയാമായിരിക്കും, പാടിപ്പിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സരസമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങ് ചിരിച്ചു. ജാനകിയമ്മ വന്ന് നിന്നിട്ട് കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ എന്നുള്ള പാട്ട് അതിമനോഹരമായിട്ട് പാടി. അതിന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നു. ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല. അമ്മയെക്കുറിച്ചൊന്നും ഒരുപാട് പറയാനും ഞാൻ ആളല്ല. എന്തായാലും പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന തലമുറയും എല്ലാവരും മനസ്സിൽ അമ്മയെ തീർച്ചയായിട്ടും ഒരു ദൈവതുല്യമായിട്ട് കണ്ട് പാട്ടുകൾ ആസ്വദിക്കും എന്നാണ് വിശ്വാസം. പുതിയ തലമുറയ്ക്ക് ഓരോ പാട്ടും ഒരു ലൈബ്രറി കൂടെയാണ്, ഒരു ഡിക്ഷണറി കൂടെയാണ് എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെയും ഈ ചടങ്ങിനെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.